നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള PSC ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ +2 ലെവൽ പ്രിലിംസിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ റിസൾട്ടുകളാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ നമുക്ക് പ്രതീക്ഷ വയ്ക്കേണ്ട റിസൾട്ടുകളും അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കട്ട് ഓഫ് വന്നിട്ടുള്ള റിസൾട്ടുകളും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ കാറ്റഗറി നമ്പർ 582/2021 എന്ന് പറയുന്ന വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ NCA SSC പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സൈസ് ഓഫീസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പേ ഓഫ് സ്കെയിൽ 20,000 മുതൽ 45,000 രൂപ വരെയാണ് ഇതിനകത്ത് പേ ഓഫ് സ്കെയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു തസ്തികയുടെ അല്ലെങ്കിൽ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പാലക്കാട് ജില്ലയുടെ NCA കട്ട് ഓഫ് വന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 34.34 ആണ്. എക്സൈസിൻ്റെ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി ഈ ഒരു റേഞ്ചിനകത്ത് കിടന്ന് കളിക്കുകയാണ്. ഒരു 30, 40, 45 റേഞ്ചിനകത്താണ് എക്സൈസിൻ്റെ കട്ട് ഓഫ് കിടന്ന് കളിക്കുന്നത്. അപ്പോൾ രണ്ടാമത് ഉള്ളത് നമ്മുടെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ കോട്ടയം ജില്ലയുടെ ജനറൽ കട്ട് ഓഫാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാറ്റഗറി നമ്പർ 613/2021 എന്ന് പറയുന്ന കാറ്റഗറിയാണ് നമ്മുടെ കോട്ടയം ജില്ലയുടെ സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് ആളെ എടുത്തിട്ടുള്ള ഒരു പരീക്ഷയാണ് നമ്മുടെ കോട്ടയം ജില്ലയുടെ എക്സൈസ് ഓഫീസർ. ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 36 കേട്ടോ. അപ്പോൾ 36 നമുക്ക് ലേഡീസ് ആരെങ്കിലും ഒരു 35+ ഒക്കെ വാങ്ങിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്ന ഒരു തസ്തികയാണ് നമ്മുടെ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ. അപ്പോൾ അതിൻ്റെ കോട്ടയം ജില്ലയുടെ കട്ട് ഓഫാണ് വന്നിട്ടുള്ളത് 36.89. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കട്ട് ഓഫ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ NCA LC തിരുവനന്തപുരം ജില്ലയുടേതാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ NCA എക്സാമാണ് തിരുവനന്തപുരം ജില്ലയുടേതാണ്. കാറ്റഗറി നമ്പർ 693/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 57.57 ആണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കട്ട് ഓഫ് NCAയുടെ തന്നെ കട്ട് ഓഫ് വരുന്നത് 57 ആണ്. അപ്പോൾ ജനറൽ കട്ട് ഓഫ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് ഏതൊരു ലെവലിലേക്ക് മാറുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ കാണേണ്ടിയിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ NCA പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൻ്റെ പേ ഓഫ് സ്കെയിൽ നോക്കുകയാണെങ്കിൽ 20,000, 45,000 തന്നെയാണ് പേ ഓഫ് സ്കെയിൽ വരുന്നത്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് വരുന്നത് 51.78 ആണ്. 51.78 ആണ്. അതുപോലെ തന്നെ മറ്റൊരു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1, സൂപ്രണ്ടൻറ്റ് സബ് ജയിലർ, സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൺ, സൂപ്പർവൈസർ ഹോസ്റ്റൽ സ്കൂൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള നമ്മുടെ പ്രിസൺ ജയിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 496/2019 എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1ൻ്റെ പേ ഓഫ് സ്കെയിൽ വരുന്നത് 30,000 മുതൽ 60,000 രൂപ വരെയാണ്. അപ്പോൾ ഈ ഒരു തസ്തികയുടെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 31.33 ആണ് കേട്ടോ. 31.33 ആണ്. ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് മെയിൻ ലിസ്റ്റാണ്. ഇതിൻ്റെ മെയിൻ ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത് 61 പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിനകത്തും വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന് പറയുന്ന തസ്തികയുടെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി, അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി പ്രിവെൻറ്റിംഗ് ഓഫീസർ, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ സ്റ്റേറ്റ് വൈഡ് റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ്റെ കട്ട് ഓഫിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കാറ്റഗറി നമ്പർ 498/2019 എന്ന് പറയുന്ന ഈ ഒരു മെയിൻ ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 33 ആണ് കേട്ടോ. 33 മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 33 മെയിൻസ് കട്ട് ഓഫ് വന്ന ഈ ഒരു ലിസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് 99 പേരെയാണ്. അതുപോലെ തന്നെ മറ്റൊരു തസ്തിക വന്നിട്ടുണ്ടായിരുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ഡയറക്റ്റ് സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ 497/2019 ആണ്. അപ്പോൾ ഈ കാറ്റഗറി നമ്പർ അനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ എഴുതിയ എക്സാമിനേഷൻ കണ്ടെത്താനായിട്ട് കഴിയും. ഈ ഒരു മെയിൻ ലിസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് 620 പേരെയാണ്. ഈ 620 പേരുള്ള ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് വരുന്നത് 45 മാർക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1ൻ്റെ മറ്റൊരു തസ്തികയുടെ കട്ട് ഓഫ് കൂടി വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 494/2019 എന്ന് പറയുന്ന ഈ ഒരു മെയിൻ ലിസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ചോദിച്ചാൽ 1104 ആണ് കേട്ടോ. 1104 പേരെയാണ് അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1ൻ്റെ ഈ ഒരു കാറ്റഗറിക്കകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ള മാർക്കാണ് 37.33. അപ്പോൾ അവസാനമായിട്ട് പറയേണ്ടത് നമ്മുടെ +2 ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിൻ്റെ സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 298/2021 എന്ന് പറയുന്ന ഈ ഒരു തസ്തികയുടെ പേ ഓഫ് സ്കെയിൽ വരുന്നത് 20,000 മുതൽ 45,000 വരെയാണ്.
അപ്പോൾ ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ലിസ്റ്റിനകത്ത് ഒരുപാട് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രിലിംസ് ലിസ്റ്റിനകത്ത് ഒരുപാട് പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. ഇതിൻ്റെ കട്ട് ഓഫ് വരുമ്പോഴത്തേക്കും 49.46 ഓക്കെ. അപ്പോൾ പ്ലസ് ടു ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു LD ടൈപ്പിസ്റ്റിൻ്റെ ഈ ഒരു എക്സാമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ്റെ കട്ട് ഓഫാണ് 49.46. അപ്പോൾ ഇത്രയും കട്ട് ഓഫുകളെ കുറിച്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എക്സൈസ് ഓഫീസറിൻ്റെ കട്ട് ഓഫ് നോക്കുമ്പോഴത്തേക്കും നല്ല കുറവാണ്. അപ്പോൾ ആവശ്യം മാർക്കുള്ളവർക്ക് എഴുതി കയറാൻ കഴിയുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കട്ട് ഓഫ് കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കട്ട് ഓഫ് ഒരു സാമാന്യം നല്ലൊരു റേഞ്ചിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും ബാക്കി റിസൾട്ടുകളും കാര്യങ്ങളും വരുന്ന അനുസരിച്ച് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.